എന്താ വെച്ചാൽ പ്രേമം ഒരു മാസത്തിനേ ഉള്ളെങ്കിലും അത് അനുഭവിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയോട് അതിനെ മോശമാക്കി പറഞ്ഞിട്ട് ഒരു ഫലമില്ല. ആ കാലം അവൾക്ക് സ്വർഗജീവിതമായിരുന്നു. പിന്നെ എന്താ പറയുക അല്ലേ, എന്നും എന്ത് നിലനിൽക്കില്ലല്ലോ. ഒരു വേഗം വാടിപ്പോണ ഒരു ചെടിയാണ് ചിലർക്ക് പ്രേമം. അപ്പം നമ്മളതൊന്നും അത് മരിക്കാതെ എന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. ഒന്നും നമ്മുടെ കയ്യിൽ അവശേഷിക്കില്ല. എല്ലാം മാറും, എല്ലാം നഷ്ടപ്പെടും. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട ആൾക്ക് ഒരു നേട്ടമുണ്ട്, ഒരു തരം സ്വാതന്ത്ര്യം. ഒന്നും എൻ്റേതല്ല എന്നുള്ളൊരു കാലം വരും, ഒരു നിമിഷം. അത് നമ്മൾ വിചാരിക്കുക ചെറുപ്പത്തിൽ ഈ പുസ്തകങ്ങൾ എൻ്റെയാണ്, ഞാൻ എഴുതിയത് എൻ്റെ പുസ്തകങ്ങളാണ്, ഞാൻ പ്രസവിച്ച കുട്ടികൾ എൻ്റെയാണ്, ഞാൻ കല്യാണം കഴിച്ച ആൾ എൻ്റെയാണ്. ചിലർ വിചാരിക്കും ഞാൻ ഉണ്ടാക്കിയ വീട് എൻ്റെയാണ്, മേശ എൻ്റെ. ഒന്നുമില്ല. അവസാനം ഓരോന്നായിട്ട് നഷ്ടപ്പെട്ട് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന് പരിപൂർണത വന്നു ചേരും. പ്രേമവും ഒരു വഴിയാണ് അവസാന നിമിഷത്തിലേക്ക് പ്രേമവും ഒരു പാത ഒരുക്കാം. ചിലർ പാണ്ഡിത്യം കൊണ്ട് വായിച്ച് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ചവച്ചിറക്കി അവർ ജീവിക്കും. ഒരു വഴി ദൈവം പാണ്ഡിത്യത്തിലൂടെ കാണിച്ചു കൊടുക്കുമോ എനിക്കറിയില്ല. എന്നുവെച്ചാൽ ഒരിക്കലും പണ്ഡിതയായിരുന്നില്ല, പണ്ഡിതയാവാൻ മോഹിച്ചിട്ടുമില്ല. എനിക്ക് വയ്യാത്ത ഭാരങ്ങൾ ഞാൻ എടുക്കാറില്ല. എൻ്റെ ബുദ്ധിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാനത് തലയിലേക്ക് ഏറ്റില്ല. ചില പുസ്തകങ്ങൾ ചിലർ ചോദിക്കും, നിങ്ങൾക്കത് വായിച്ചൂടെ? ആത്മീയത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വായിക്കണം. നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നിങ്ങളുടെ ശരീരത്തിനെ ആസ്പദമാക്കിയിട്ടാണ് എല്ലാം. ശരീരത്തിനെ മറന്ന് എഴുതാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ വിരൽ എഴുതുക, ടൈപ്പ് ചെയ്യുക. അപ്പോൾ ശരീരവും ഉപകരിക്കും രചനകൾക്ക് എന്നെനിക്ക് തോന്നുക. സന്ദേശങ്ങൾ അയക്കാൻ നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളും ആവശ്യം വരും. അതുകൊണ്ട് ചിന്ത എന്ന് പറഞ്ഞാൽ തലയുടെ അകത്തുനിന്ന് മാത്രമല്ല, ശരീരത്തിൽ നിന്ന്, രക്തധമനികൾ കൊണ്ട്, എല്ലുകൊണ്ട്, മജ്ജ കൊണ്ട് ഒക്കെയാണ് നമ്മൾ ചിന്തയുടെ അവസാനം കണ്ടെത്തുന്നത്. എല്ലാം അനുഭവിച്ച് തീർക്കുക. എന്നോട് പണ്ട് ചോദിച്ചിരുന്നു, പോയിട്രി എഡിറ്ററൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പോയിട്രി മണത്തറിയണേ? ശരീരം കൊണ്ട്. ശരീരം ഇല്ലാത്തൊരു പത്രാധിപയാണെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല ഏതാ കൃത്രിമ പോയിട്രി കവിത ഏതാ നല്ലതെന്ന്. ഇത് ശരീരത്തിൽ രോമാഞ്ചം വന്നിട്ട് ഇങ്ങനെ രോമം എണീറ്റ് നിൽക്കും, തണുപ്പ് തട്ടി പെട്ടെന്നൊരു കാറ്റടിച്ച മാതിരി നല്ല കവിത വായിക്കുമ്പം. എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാൻ പറയും അതാണ് കവിത. മറ്റേക്ക് ചെറിയത് അത് ആരിപ്പോൾ ബാക്കിയുള്ളവർ വായിക്കുമ്പോൾ ഇതാണോ കവിത എന്ന് തോന്നും. എന്താ വെച്ചാൽ അതിൽ ചിലപ്പോൾ പ്രാസം ഒപ്പിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ വാക്കുകൾ എന്നൊക്കെ പറയും. മാധുര്യമുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. മാധുര്യമുള്ള വാക്കുകൾ കവിതയ്ക്ക് അത്യാവശ്യമല്ല. ചിലപ്പോൾ ആ വാക്കുകൾ വഴിതെറ്റിക്കും നമ്മുടെ മനസ്സ്. മാധുര്യമുള്ള കാഴ്ചകളും നമ്മളെ വഴിതെറ്റിക്കും. കവിത മന്ത്രങ്ങളൊക്കെ മാതിരിയാണ്. അതിൽ മാധുര്യം ചേർക്കാൻ ശ്രമിക്കരുത്. അതിൽ ഇപ്പം ഞാൻ വളയിടണ പോലെ കവിതയ്ക്ക് ഞാൻ സ്വർണ്ണവള ഇടരുത്. കവിത നഗ്ന ശിശുവാണ്. നഗ്ന ശിശുവിൻ്റെ ആ ഭംഗി, അതാണ് കവിതയ്ക്ക് വേണ്ടത്. ആ ഭംഗിക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല ശിശുവിനെ അറിയും കൂടിയില്ല ശിശുവിന് സൗന്ദര്യമുണ്ടെന്ന്. നമുക്കറിയാം. എഴുതുന്ന എല്ലാ കവിതയിലും ഒരു ആത്മാംശം ഉണ്ടല്ലോ അല്ലേ? പിന്നെ എങ്ങനെ എഴുതുക? കവിതയിൽ ആത്മാവാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ആത്മാവ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തന്നെ എനിക്ക് കവിത എഴുതേണ്ടി വന്നു. കവിതയിൽ കൂടി മാത്രമേ എനിക്ക് ഒരു ജനലിൽ കൂടി നോക്കുന്ന പോലെ കമലേ ഇതാണ് നിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ എൻ്റെ വിചാരം ആത്മാവില്ല, ഈ ശരീരം, പണ്ട് നീന്തി കളിച്ചിരുന്ന ശരീരം, ടെന്നീസ് കളിച്ച ശരീരം, ഇപ്പം തളർന്ന ശരീരം, ഇതാണ് നല്ല
ആ വാതിലും തുറക്കും ആണ് ആത്മാവ്. പക്ഷെ സാധാരണ ആത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ട് എഴുതിയാലും നമുക്ക് അവാർഡ് കിട്ടണമെന്നില്ല. ജനങ്ങളുടെ അംഗീകാരം ഒരു അവാർഡല്ലേ? ജനങ്ങളുടെ ശരിയാണ്. എനിക്ക് സ്നേഹം കിട്ടുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര എഴുത്തച്ഛൻ പുരസ്കാരം വാങ്ങാൻ പോകണമല്ലോ. പോയില്ലല്ലോ, എനിക്ക് വയ്യ. ഞാൻ ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ. ഇവിടെ ആര് വേണമെങ്കിലും ഇവിടെ വന്ന് കൊടുന്ന് തന്നോട്ടെ, റിസീവ് ചെയ്യും. പോവില്ല. ഇനി എനിക്ക് പബ്ലിക് മീറ്റിങ്ങിനൊന്നും പോകാൻ വയ്യ. അതുകൊണ്ടല്ലേ കാർത്തികേയൻ ആ പത്ര കോൺഫറൻസൊക്കെ ഇവിടെ വെച്ചു. ഇവിടെ പുറത്ത് എനിക്ക് വരാം. അതുവരെ എനിക്ക് സൈക്കിളും വീൽ ചെയറൊക്കെ ആയിട്ട് അവിടെ ഇവിടെ പോകാൻ വയ്യാതെ എനിക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ എഴുത്തച്ഛൻ പുരസ്കാരം ഇപ്പം അത്ര വലിയ പ്രൊട്ടസ്റ്റ് കേട്ട സ്ഥിതിക്ക് പോകാൻ പാടില്ല. എനിക്ക് സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ വധഭീഷണി കൂടിയിരിക്കുക. അതുകൊണ്ട് സ്വന്തം പ്രൈവറ്റായിട്ടൊരു സെൻറ്ററിയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ മക്കൾക്ക് സേരാവാൻ. ഫോൺ പോലീസുകാർ പറഞ്ഞിട്ട് ഇങ്ങനെ പാനൽ വെച്ചിട്ടുണ്ട്, ആരാ വിളിക്കണമെന്നറിയാൻ. അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട്. ഞാൻ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് പോയാൽ എന്നെ അവിടെ വെച്ചിട്ട് കൊല്ലാൻ 100 ആളുണ്ടാവും. ഞാൻ വയസ്സായി കുറേ ജീവിച്ച് തീർത്തു, സന്തോഷം അനുഭവിച്ച സ്ത്രീയാണ്, പോയിക്കോളാം. പക്ഷെ ചെറുപ്പക്കാരെയൊക്കെ കൊന്നാലോ? ഒരു ബോംബ് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനല്ല മരിക്കുക, ബാക്കിയുള്ളവർ മരിക്കൂലേ? അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണ്ട. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അല്ലേ, മോഹം ഉണ്ടെങ്കിൽ തരട്ടെ. ഇനിയിപ്പോൾ ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് എനിക്കിപ്പോൾ അതിൻ്റെ ത്രില്ല് പോയി. എന്ത് പുരസ്കാരം, എല്ലാവരും ചീത്ത പറയുകയാണെങ്കിൽ തരണ്ട അല്ലേ? ഒരാളൊരു അഭിപ്രായം പറഞ്ഞെന്നല്ലേ, ബാക്കി എല്ലാവരും കൂടെ ഉണ്ട് വിചാരിക്കുക. പക്ഷെ ഞാനങ്ങനെ ഒരു ഹിന്ദുക്കളെ വെറുപ്പിക്കാൻ ഒന്നും ചെയ്തു എന്ന് എനിക്കറിയില്ല. അറിയില്ല. ഹിന്ദു മതം ഒക്കെ കുറച്ചറിയണ ആൾ തന്നെയാണ് ഞാനും അല്ലേ? അല്ല പറയൂ.